നമുക്കുണ്ടല്ലോ നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ ഇതാ മാമ്പഴം തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും പൊടി, പിന്നെ നമ്മുടെ മാമ്പഴം മുങ്ങി കിടക്കാവുന്ന രീതിയിൽ നമ്മളുള്ളതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇതാ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതാ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മാമ്പഴമൊക്കെ നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ നമ്മൾ ശർക്കര പാനിയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിനുശേഷം അതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ ഇതാ നാളികേരവും കുറച്ച് തൈരും കൂടി എടുത്തിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ശർക്കര പാനിയിൽ കിടന്ന് നമ്മുടെ മാമ്പഴമൊക്കെ ഇതാ റെഡിയായി വന്നപ്പോൾ നമ്മളിതാ ഒരു 1/2 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം അത് തിളച്ച് സെറ്റായി വന്നപ്പോൾ നമ്മുടെ അരപ്പും കൂടി ഇതാ ഒഴിച്ച് കൊടുത്തതാ മാമ്പഴ പുളിശ്ശേരി നല്ല കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് താളിക്കാം. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയൊക്കെ വെച്ച് ചൂടായി വന്നപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. നെയ്യ് ചൂടായി വന്നപ്പോൾ കടുകും നമ്മുടെ വറ്റമുളകും 2 മണി ഉലുവയും അതിനുശേഷം കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ അടിപൊളിയായിട്ട് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താ, ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ.